ദേ ഈ ഒരു പെട്ടി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ സാരി എവിടെ നിന്നുള്ളതാന്ന്. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഈ ഒരു ഹാൻഡ്ലൂംസിന്റെ വീഡിയോസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അവരുടെ ഒരു സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. ഇന്നത്തെ വർക്ക് ഒരു വെഡ്ഡിങ് സാരിയാണ്. വെഡ്ഡിങ് സാരിയുടെ ബ്ലൗസ് തയ്ക്കാനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുള്ള് വെഡ്ഡിങ് സീസൺ ആയല്ലോ. ഒട്ടുമിക്ക ആളുകളും ഇതുപോലെ രാമചന്ദ്ര ഹാൻഡ്ലൂംസിലൊക്കെ പോയിട്ടാണല്ലേ വെഡ്ഡിങ് പർച്ചേസ് ഒക്കെ നടത്താറുള്ളത്. അങ്ങനെ ഇന്നിത് തയ്ച്ചിട്ട് കസ്റ്റമർ ഇത് വാങ്ങാനായിട്ട് വന്നത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് തയ്ച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് കൊണ്ടുകൊടുക്കാണ് ചെയ്തത്. അവരെന്നെയും കാത്ത് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ അപ്പം തന്നെ അതേ എൻ്റെ അച്ഛനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓടി എത്തിയിട്ടുണ്ടെന്നേ. അങ്ങനെ കുറച്ച് നേരം അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഞാനും അച്ഛനും കൂടെ വേഗം തന്നെ വീട്ടിലേക്ക് എത്തിട്ടോ. എന്നെ കാത്തുനിന്ന് കുറച്ച് വൈകിയപ്പോൾ പിന്നെ അവർ പുറത്തൊന്ന് പോയിട്ട് വരാറിന് പോയേ. ആ ഒരു ടൈം കൊണ്ടാണ് ഞാൻ ഇതിന്റെ ഹൂക്സ് ഒക്കെ ഒന്ന് വെച്ചിട്ടുള്ളത്. എനിക്കിതിന്റെ സ്റ്റിച്ചിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഫ്രണ്ടിന്റെ അടുത്താണ് കൊടുക്കുന്നത്. അപ്പം ഇതിന്റെ സ്ലീവ് ഒന്നും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടില്ല. സ്ലീവ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എന്നെ കാത്തു നിന്ന് നേരെ വൈകുന്നതുകൊണ്ട് അവർക്ക് പിന്നെ ഇത് ട്രയൽ ചെയ്ത് നോക്കാനൊന്നും നേരം ഉണ്ടായില്ല. വെഡ്ഡിങ് സാരിയുടെ കൂടെ ഒരു സെക്കൻഡ് സാരിയുടെ ബ്ലൗസും ഉണ്ടേനെ കേട്ടോ. അപ്പൊ അത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഏകദേശം ഇതുപോലൊക്കെ ഒന്ന് മടക്കി ഞാൻ അവർക്ക് പാക്കാക്കി കൊടുത്തു. നല്ല വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ അവരുടെ കല്യാണത്തിനുള്ള ഫോട്ടോസ് അയച്ചുതരാന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചിട്ടാണ് കേട്ടോ അവര് പോയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഫൈനൽ ലുക്ക് എന്തായാലും നിങ്ങളെ പോലെ തന്നെ എനിക്കും വെഡ്ഡിങ്ങിന്റെ അന്നേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേ.